ഓം നമോ ഭഗവതേ വാസുദേവായ. അതായത് പ്രഥമസ്കന്ധത്തിൽ അധ്യായം 9 സാരാംശമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ യുധിഷ്ഠിരന് ഭീഷ്മൻ സർവധർമ്മോപദേശം നൽകുന്നതും ഭീഷ്മരുടെ കൃഷ്ണസ്തുതിയും മഹാപ്രസ്ഥാനവുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം പോയ അധ്യായത്തിൽ പറഞ്ഞു, ശ്രീകൃഷ്ണനും വ്യാസഭഗവാൻ എല്ലാവരും പറഞ്ഞിട്ടും യുധിഷ്ഠിരന് തൻ്റെ ആ ഒരു സങ്കടം, പശ്ചാത്താപം മാറുന്നില്ല. പക്ഷെ അത് കൃഷ്ണൻ മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ്, മനഃപൂർവ്വം അത് മാറ്റാത്തതാണ്. അർജുനന് ഗീതോപദേശം ചെയ്തു കൊടുത്തതുപോലെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മുടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നാൽ, ഭീഷ്മരോട് തന്നെ കാത്തു കിടക്കുന്ന ഭീഷ്മരോട് അടുത്ത് ചെന്നിട്ട് ഭീഷ്മരനെ കൊണ്ട് തന്നെ ഈ തത്വോപദേശം ഉപദേശിച്ചു കൊടുക്കണം എന്നാണ് പിന്നെ ഭഗവാന്റെ മനസ്സിലെ നിശ്ചയം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ആ ധർമ്മങ്ങളെല്ലാം അറിയാൻ വേണ്ടി ആ ആഗ്രഹത്തോടെ ഭീഷ്മർ വീണു കൊടുക്കുന്നത്, അതായത് സരസയിൽ കിടക്കുന്ന കുരുക്ഷേത്രത്തിൽ വീണു കൊടുക്കുന്ന ആ സ്ഥലത്ത് സഹോദരന്മാരോട് കൂടി പൊന്നണിഞ്ഞ തേരിൽ കയറി പുറപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും പിറകെ തേരിൽ കയറി അവരെ അനുഗമിച്ചു. അവരുടെ കൂടെ ബ്രഹ്മഋഷിമാരും ദേവഋഷിമാരും രാജഋഷിമാരും പിന്നെ അവരുടെ ശിഷ്യന്മാരും എത്തിച്ചേർന്നു. അപ്പൊ എല്ലാവരും ഭീഷ്മരനെ ആദരിച്ച് അവിടെ തന്നെ നിന്നു. മായ കൊണ്ട് സ്വരൂപം ധരിച്ചവനും, അതായത് ഭഗവാന് ജനനമില്ല, മരണമില്ല, പക്ഷെ ഒരു മായയിലാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. അത് നമ്മൾ നാരായണീയത്തിൽ പഠിക്കുന്നു. നാരായണീയത്തിൽ ആദ്യത്തെ ദശകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മായയിലൂടെയാണ് ഭഗവാൻ ഈ ലോകത്ത് വന്നു ചേരുന്നത്. അപ്പൊ എല്ലാവരെയും ഭീഷ്മർ, ഈ വന്നവരെല്ലാം ഭീഷ്മർ ആദരിച്ചു. പക്ഷെ ഈ മായ കൊണ്ട് സ്വരൂപം ധരിച്ചവനും ലോകത്തിന്റെ നിയന്താവുമായ ശ്രീകൃഷ്ണനെ ആ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് ആദരിച്ചു. ഭീഷ്മരന് അറിയാമായിരുന്നു. എന്നിട്ട് പാണ്ഡവന്മാരെ സ്നേഹബാഷ്പത്തോടുകൂടെ അവർക്ക് ജീവിതത്തിൽ ബ്രാഹ്മണരും ധർമ്മവും ഭഗവാനും എല്ലാവരും ആശ്രയം ഉണ്ടായിട്ട് പോലും ക്ലേശങ്ങൾക്ക് അവർ അർഹതരായി. അതായത് പാണ്ഡവന്മാർ. കുന്തിദേവിയുടെ കഷ്ടപ്പാടുകളെ പറ്റി പറയുന്നു. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് പറയുകയാണ്. കുന്തിക്ക് എത്ര കഷ്ടങ്ങളാണ് ഉണ്ടായത്, 5 മക്കളെ നോക്കണമായിരുന്നു, പാണ്ഡു മരിച്ചുപോയി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ആ കഷ്ടപ്പാടുകളൊക്കെ പറയുന്നു. ഇതൊക്കെ എന്തുകൊണ്ടെന്നാൽ ഇത്രയും അവർക്ക് പിന്നെ ശ്രീകൃഷ്ണന്റെയും ധർമ്മം കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും ധർമ്മമായിരുന്നു അവരുടെ ഇത്. എന്നിട്ട് പോലും അവർക്ക് കഷ്ടങ്ങൾ സംഭവിച്ചു വന്നാൽ എന്തുകൊണ്ടെന്നാൽ അതിന് കാരണം കാലത്താൽ വന്ന കെടുതിയാണ്. എല്ലാവർക്കും ഉള്ള അനുഭവമാണ്. ആര് നമ്മുടെ കൂടെ ഇരുന്നാലും കാലത്തിന്റെ കെടുതി കൊണ്ടാണ് നമുക്ക് ഓരോന്നും സംഭവിക്കുന്നത്. അപ്പൊ ഇത് അനുഭവിക്കേണ്ട നിവൃത്തിയുള്ളൂ, നമുക്ക് അനുഭവിച്ചാലേ പറ്റുള്ളൂ. അതായത് ധാർമ്മികത്വം, ബലം, നൈപുണ്യം, ദേവസഹായം ഒന്നും ഇതിന് ബലിക്കുകയില്ല എന്നാണ് സാരം. അപ്പൊ ശ്രീകൃഷ്ണന്റെ ഗൂഢമായ മഹാത്മ്യത്തെ സർവജ്ഞനായ ആ പരമശിവൻ, ദേവർഷി നാരദർ, പ്രത്യക്ഷത്തിൽ ഈശ്വരനായ കപിലാചാര്യർ എല്ലാവരും അറിയുന്നുണ്ട്. ഭഗവാനിൽ ഭക്തിയോടെ മനസ്സ് ചെലുത്തി നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഭക്തൻ കാമകർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാന്റെ ചതുർബാഹുരൂപം മാഞ്ഞുപോകല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? ഭീഷ്മർ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ധർമ്മപുത്രർ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഭീഷ്മർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതായത് ബ്രാഹ്മണാദി 4 വർണ്ണങ്ങൾ അനുസരിച്ച് ബ്രഹ്മചര്യാദി 4 ആശ്രമധർമ്മങ്ങളെയും വിഷയങ്ങളിലുള്ള വിരക്തി, അനുരക്തി, വേദങ്ങളിലുള്ള നിവൃത്തി, പ്രവൃത്തി എന്ന ധർമ്മങ്ങളെയും ദാനധർമ്മങ്ങളെയും പിന്നെ രാജധർമ്മങ്ങളെയും മോശധർമ്മങ്ങളെയും എല്ലാം ശ്രീധർമ്മങ്ങളെയും ഭഗവത് പ്രീതി ധർമ്മങ്ങളെയും ധർമ്മം, അർത്ഥം, കാമം, മോശം എന്നീ പുരുഷാർത്ഥങ്ങളെയും വിശദമായി വെവ്വേറെയായി യുധിഷ്ഠിരൻ, അതായത് ധർമ്മപുത്രന്
പറഞ്ഞു കൊടുത്തു. ഇതിഹാസങ്ങളുള്ള പല കഥകളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉത്തരായണ കാലം വന്നു ചേർന്നു. അപ്പോൾ 4 തൃക്കൈകളോട് കൂടി മഞ്ഞപ്പട്ടെടുത്ത് പരിലസിക്കുന്ന ആദ്യ പുരുഷൻ മഹാവിഷ്ണു. ശ്രീകൃഷ്ണൻ കണ്ണടയ്ക്കാതെ ആ മഹാവിഷ്ണുവിൽ കണ്ണടയ്ക്കാതെ ധ്യാനിച്ചു. ആ ധാരണ യോഗത്താൽ നീങ്ങിയ ആയുധ പീഡയോട് കൂടി നിവൃത്തി, അതായത് ഈ ശരശയിൽ കിടക്കയല്ലേ, ആ പീഡ നിവൃത്തിയായി സർവേന്ദ്രങ്ങളോട് കൂടി ശരീരത്തെ വിടാൻ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഭാരതയുദ്ധത്തിൽ ഭഗവാൻ നടത്തിയ ഓരോരോ ലീലകളെ ഓർത്തുകൊണ്ട്, യുദ്ധത്തിൽ ഭഗവാൻ എന്തൊക്കെ ലീലകൾ കാണിച്ചോ അതൊക്കെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. അപ്പോൾ ഭീഷ്മർ കൃഷ്ണ പിന്നെ ഈ യുദ്ധത്തിൽ പാണ്ഡവർക്ക് വേണ്ടി ആയുധം എടുക്കുകയില്ല എന്ന് ശബ്ദം ചെയ്തു. അതായത് പാണ്ഡവർക്ക് ഞാൻ ആയുധമില്ലാതെ ഒറ്റയ്ക്കാണ് കൂടെ നിൽക്കുന്നത്. പക്ഷെ കൗരവന്മാർക്ക് എൻ്റെ സേനകൾ മുഴുവനും കൗരവന്മാർക്ക് കൊടുത്തു. പക്ഷെ നിരായുധനായിട്ടാണ് പാണ്ഡവരോട് കൂടെ നിൽക്കുന്നത്. പക്ഷെ ശപഥം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഭീഷ്മർ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് ശപഥം ചെയ്തു. അപ്പോൾ ഭഗവാൻ ആയുധം എടുക്കില്ല എന്നും ഭീഷ്മർ ആയുധം എടുപ്പിക്കുമെന്നായിരുന്നു ശബ്ദം. അപ്പം ഒരു ദിവസം അർജുനൻ ഈ യുദ്ധത്തിൽ ഭീഷ്മരോടായി അതികഠിനമായ യുദ്ധം ചെയ്തു തളർന്നിരിക്കുമ്പോൾ അർജുനനെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? തേരിൽ നിന്ന് ചാടിയിറങ്ങി സ്വശബ്ദത്തെ വകവയ്ക്കാതെ ചക്രം കയ്യിലെടുത്തു. അപ്പോൾ ഭീഷ്മരുടെ നേരെ കുതിച്ചു. അപ്പോൾ ഭീഷ്മരും ശരമാരി അയച്ചു. അതേറ്റ് കവചം തകർന്ന് തേരയിൽ മുങ്ങിക്കൊണ്ട് വീറോടെ പാഞ്ഞു വന്ന ആ ഭഗവാനെ ഓർത്തിപ്പോൾ കിടക്കുകയാണ്. അപ്പോൾ അന്ത്യകാലത്തിൽ സ്മരിക്കുന്നു. തൻ്റെ ശബ്ദത്തെക്കാളും ഭക്തന്റെ ശബരം, ഭക്തനായ ഭീഷ്മരുടെ ശബ്ദമായിരുന്നു ഭഗവാന് വലുത്. ഇതാണ് ഭക്തപ്രിയത്വം. ഭക്തന് വേണ്ടി തൻ്റെ ശാപം പോലും മറന്നു, തൻ്റെ ഒരു ചെയ്ത ശബ്ദം പോലും മറന്നിട്ട് ഭക്തന് പ്രിയത്വം, ആ ഭക്തപ്രിയത്വമാണ് ഇവിടെ കാണുന്നത്. ഭഗവാനെ കണ്ടുകൊണ്ട് ക്ഷത്രിയ ധർമ്മപ്രകാരം യുദ്ധം ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ കണ്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യുകയും പിന്നെ ഈ യുദ്ധത്തിൽ വീരഗതി പ്രാപിച്ചവർക്ക് മാത്രമേ സാരൂപ്യമുക്തി കൈവന്നിട്ടുള്ളൂ. ആ യുദ്ധത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അപ്പൊ തന്നെ സാരൂപ്യം വന്നു കഴിഞ്ഞു അവർക്ക്. പിന്നെ രാസലീലയിൽ ഭഗവാന്റെ കൂടെ തന്നെ മറന്ന് ഭഗവത് കൃതങ്ങളെ അനുകരിച്ച ഗോപിമാർക്കും സാരൂപ്യമുക്തി സിദ്ധിച്ചു. ഏത് രൂപത്തിലായാലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി, സദ്ഗതി ഉണ്ടാകുന്നു. യുദ്ധത്തിൽ മരിച്ചവർക്ക് വീരഭാവം കൊണ്ടാണ് സായുജ്യം, ഗോപികമാർക്ക് ശൃംഖാരഭാവം കൊണ്ടാണ് പിന്നെ മുക്തി സിദ്ധിച്ചത്. ഭീഷ്മർ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇതെല്ലാം കണ്ടിരിക്കുന്നു. പിന്നീട് സർവേശ്വരനായ ഭഗവാനിൽ ആത്മാവിനെ ചേർത്ത് ഉള്ളിൽ അടക്കിയ ശ്വാസത്തോടു കൂടി സമാധി അടഞ്ഞു. ഭീഷ്മരുടെ സംസ്കാരാനിധികളെ ധർമ്മപുത്രർ നിർവഹിച്ചു. മുനിമാർ ശ്രീകൃഷ്ണന്റെ നാമങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവരവരുടെ ആശ്രമത്തിലേക്ക് പോയി. ധർമ്മപുത്രർ തിരിച്ച് ഹസ്തനപുരത്തിൽ പോയി പിതാവിനെയും ഗാന്ധാരിയെയും നമസ്കരിച്ചു. പിന്നെ ഭഗവാന്റെയും എല്ലാവരുടെയും ആശീർവാദം കൊണ്ട് തൻ്റെ രാജ്യം വളരെ സംതൃപ്തമായി ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ രാജ്യഭാരം ഏറ്റു. ഇവിടെ ഭീഷ്മ മഹാത്മ്യമാണ് മുന്നോട്ട് നിൽക്കുന്നത്. സ്വധർമാചരണം കൊണ്ട് ഭഗവത് ആരാധന കൊണ്ടും ഉഗ്രപ്രതാപിയായിരുന്ന മഹാജ്ഞാനിയുമായിരുന്ന ആയിരുന്നു ഭീഷ്മർ. ഭഗവാൻ എതിരായിരുന്നപ്പോഴും എതിർവശത്തിലായിരുന്നു ഭഗവാൻ. സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിച്ചില്ല. ഭഗവാൻ പ്രസാദിച്ചു, സ്വത്യന്ത മൃത്യു കൈവരിച്ചു. ആ മഹാത്മാവ് ഭഗവത് സന്നിധിയിൽ ഭഗവത് ഭക്തന്മാരുടെ മധ്യത്തിൽ ഭഗവത് ധർമ്മങ്ങളെ വിസ്തരിച്ച് ഭഗവാനിൽ തന്നെ മനോവാക് തിഷ്ഠയായിരുന്നു. ഭഗവത് സായുജ്യം പ്രാപിച്ചു. അങ്ങനെ ഭീഷ്മൻ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ സായുജ്യം പ്രാപിച്ചു. ഇതാണ് ഈ അധ്യായത്തിലെ സാരാംശം. അപ്പോൾ നമ്മളും എല്ലാവരും ഭഗവാനെ
ഭജിക്കണം. ഭഗവാനെ കണ്ടു, ഭഗവാൻ അതായത് കൃഷ്ണാർപ്പണം ചെയ്തിട്ടേ ഏത് കാര്യവും നമ്മൾ ചെയ്യാവൂ. അങ്ങനെ വന്നാലേ നമുക്ക് നന്മ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഹരിവും ഈ അധ്യായത്തിലെ സാരാംശം ഇവിടെ അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.